പേരെസിന്റെ വംശപാരമ്പര്യമാവിത്. പേരെസ് യെസ്രോനെ ജനിപ്പിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, പേരെസ് ആരാ? ഓമനമാമ പേരെസ് പറഞ്ഞോ. അത് പഠിക്കണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തി 38 പോകണം. അറിയാമല്ലോ, യാക്കോബിന്റെ മകനാകുന്ന യഹൂദ. 38 വായിക്കുന്ന അക്കാലത്ത് യഹൂദ സഹോദരന്മാരെ വിട്ടുപുറപ്പെട്ട് ഹീര, അങ്ങനല്ലേ 38 ഒന്ന് വായിച്ച പെട്ട ചടേത് വായിച്ചു. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ടുപുറപ്പെട്ട് ഹീരാം എന്ന് പേരുള്ള അദുല്യാമിന്റെ അടുക്ക ചെന്ന് ശൂവ എന്ന് പേരുള്ള ഒരുത്തന്റെ മോളെ കെട്ടി 3 പിള്ളേര് ജനിച്ചു. ഏറെ ഓനാന് ശേല. ഏറെ പ്രായമായപ്പോൾ തിമിനക്കാരി പെൺകുട്ടി താമാറിനെ കെട്ടി. നാടൻ ഭാഷ പറഞ്ഞ് അവൻ മരിച്ചപ്പോൾ അവന്റെ അനിയൻ ദേവരധർമ്മം അനുസരിച്ച് അവന്റെ അനിയൻ ഒനാനെ കെട്ടി. ഒനാനും മരിച്ചു. പിന്നെ ഒരുത്തനുണ്ട് ശേല. അവനാന്നേ പ്രായമായില്ലെങ്കിലും മൊബൈലുമായിട്ട് എപ്പോഴും കലുകയിലുണ്ട്. ശലായേ അങ്ങനെ എല്ലാവരും ഇങ്ങനെ വിടുന്നുണ്ട്. അപ്പൊ ഇവന് പ്രായമായില്ലെങ്കിലും അവന്റെ പോക്കും ഇരിപ്പും കണ്ട നല്ല പദം വന്നതുപോലെ. അപ്പൊ ഇവന് പ്രായമായില്ല. അപ്പൊ ഇവന് പ്രായമാകാഞ്ഞത് കൊണ്ട് അമ്മാവിയപ്പനാകുന്ന യഹൂദ മരുമകളാകുന്ന താമറിനോട് പറഞ്ഞു, താമറ്, നീ നിന്റെ വീട്ടിൽ പോയി പാർക്കണം. 2 എണ്ണം ചത്തു, ഇനി ഒരുത്തനെ ഉള്ള, ആകെ 3 ആൺകൊച്ചുങ്ങളാ. എന്നാൽ അവനെയും കൂടെ നിനക്കങ്ങ് തരിക, ഒന്നുമില്ലെങ്കിൽ ഒരു തലത്ത് തന്നെ കിടക്കട്ടല്ല. അപ്പോൾ പിന്നൊരു കാര്യം, അവന് പ്രായമായില്ല. അവൻ്റെ ആ നിപ്പും പടുതിയൊക്കെ കണ്ട പ്രായമായതുപോലെ, പക്ഷെ ആയിട്ടില്ല. അപ്പം വേറൊരു കാര്യം കൂടെ പ്രായമായിട്ടേ കല്യാണം കഴിക്കാവൂ. അതിന് കല്യാണത്തിൻ്റെ ഒരു പ്രായമൊക്കെ ഉണ്ട്. ഇപ്പം ചെല്ലു ചോദിക്കുക, അതേ അതാ യോഗം കഴിഞ്ഞ് പറയാം. അപ്പം അതെല്ലാം പറയാനല്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവന് പ്രായമായില്ല, അതുകൊണ്ട് നീ വീട്ടിൽ പോയി പാർക്കണം. ശേല പ്രായമാകുമ്പോൾ സൂക്ഷം ഇവനെ നിനക്ക് ഭർത്താവായിട്ട് തരും. അങ്ങനെ മരുമകളാകുന്ന താമാറ് അമ്മാവിയപ്പന്റെ വാക്ക് വിശ്വസിച്ചവന്റെ അവിടെ വീട്ടിൽ പോയി വൈദവ്യ വസ്ത്രമൊക്കെ ധരിച്ച് ദീർഘനാള് പാർത്തു. എന്നാൽ ശേല പ്രാപ്തിയായിട്ടും അമ്മാവിയപ്പനാകുന്ന യഹൂദ ഇവക്ക് ഭർത്താവായിട്ട് ശേലായെ കൊടുത്തില്ല. അതുകൊണ്ട് ഇവക്ക് നാടൻ ഭാഷ പറഞ്ഞ ചൊരുക്കുണ്ടായി. ഇവള് ഒരു പ്രത്യേക ഡ്രസ്സുമൊക്കെ ധരിച്ച് അമ്മായിയപ്പൻ ആടുകട രോമം കത്തിരിക്കാൻ പോയപ്പോൾ വരുന്ന വഴിക്ക് ഇവള് പമ്മിയിരുന്നു. ചുരുക്കി പറഞ്ഞ വേദപുസ്തകം വായിക്കുന്ന നിങ്ങൾക്കറിയാം, യഹൂദ ആടുകട രോമം കത്തിരിച്ച് തിരിച്ചു വരുമ്പോൾ അമ്മാവിയപ്പനെ സൂത്രത്തിൽ തന്ത്രത്തിൽ ചതിച്ച് 38:14 വായിച്ച് ഓമനമാവായിര് 38:11 ഓരോരുത്തരും വായിക്കാനുള്ള ഭാഗം എന്റെ 38:14 ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈവിധ്യ വസ്ത്രം മാറ്റിവെച്ച് തിമിനയ്ക്ക് പോകുന്ന പട്ടണത്തിന്റെ ഗോപുരത്തിന്റെ വാതിക്കൽ ഇങ്ങനെ, എന്റെ ഭാഷയാ, പമ്മിയിരുന്നു. യഹൂദാടുകട രോമം കത്തിരിച്ച് തിരിച്ചു വരുമ്പോൾ മരുമകളാകുന്ന താമർ അമ്മാവിയപ്പനുമായി അവൻ വഴിവിട്ട ജീവിതത്തിൽ അവൻ ഇടപെട്ടു. അവൻ പണയ സാധനമായിട്ട് 3 വസ്തുതകൾ കൊടുത്തു. മോതിരച്ചരട്, മുദ്രമോതിരം, വടി. ഇത് പണയം കൊടുത്ത് പാപം ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ താമാർ ഗർഭവതിയായെന്ന് നാട് മുഴുവൻ പറഞ്ഞു. ഇവളെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. അവൾ സത്യ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ഗർഭവതിയാ, പക്ഷെ അതിന്റെ കാരണക്കാരൻ ഈ മോതിരച്ചരട്, മുദ്രമോതിരം, വടി, ഇതിന്റെ ഉടമസ്ഥൻ. അങ്ങനെ യഹൂദ ഭയപ്പെട്ട് യഹൂദ പറഞ്ഞൊരു പദമുണ്ട്, അവള് എന്നിലും നീതിയുള്ളവളാ. ഈ ഒരു മനോഭാവം നമുക്കും ഉണ്ടായിരിക്കണം. ചില ആൾക്കാരുടെ ധാരണ, ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ നീതിമാൻ. എന്നെ പോലൊരു നീതിമാൻ ചർച്ചവക്കോടിൽ ഇല്ല, എന്നെ പോലൊരു നീതിമാൻ ഷാരോനിൽ ഇല്ല. അതല്ല ഇപ്പൊ പിടികൂടിക്കൊണ്ടിരിക്കുക. സന്തോഷ് മാസ്റ്റർ, ഇവർക്കൊന്നും അറിയാൻ മേലെന്ന് തോന്നുന്നു പാവത്തങ്ങൾ. എന്നെ പോലൊരു നീതിമാൻ IPC ഇല്ല, എന്നെ പോലെ നീതിമാനൻ TPM ഇല്ല. ദൈവം തമ്പുരാൻ നിന്നെ തൂക്കി നോക്കുമ്പം എനിക്ക് നിനക്കും എല്ലാം കുറവാ. സകല എണ്ണവും. ഇവിടെ ആരും പൂർണ്ണരായിട്ടില്ല. പൂർണ്ണനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, ഞാനും നിങ്ങളും ആരാധിക്കുന്നു യേശു ക്രിസ്തു. യഹൂദയുടെ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നാമും രക്ഷപ്പെടും. ദൈവത്തിന്റെ മകത്ത് യഹൂദ പറയുക, തൻ്റെ തെറ്റ് മറച്ചു വെച്ചില്ല. അവൻ പറയുക, അവൾ എന്നിലും നീതിയുള്ളവളാ.
ചുരുക്കി പറഞ്ഞാൽ അമ്മാവിയപ്പനാൽ ഗർഭവതിയായ താമാറിന് 2 പിള്ളേര് ജനിച്ചു. അതിലൊരുത്തനാണ് പേരെസ്. അതാണ് നമ്മളിവിടെ വായിച്ചത്. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മകനാകുന്ന യഹൂദയുടെ മകനാകുന്ന താമാറിൽ കൂടി ജനിച്ച പേരെസ്. നമുക്കറിയാം ആദാം മുതൽ നോഹ വരെ 10 തലമുറ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ, അങ്ങനെ 20 തലമുറ. അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തുവിന്റെ കാലം വരെ 14 തലമുറ. അത് 3 14 2 10 2 10 20 3 14 42 42 20 62 എന്ന് പറഞ്ഞാൽ ആദാം മുതൽ ക്രിസ്തു വരെ എണ്ണപ്പെട്ട തലമുറ 62. വേറെ ഉണ്ട്, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ആദാമ്, ഷേത്ത്, ഏനോഷ്, കേനാന്, മഹലേല്, യാരദ്, ഹാനോക്ക്, മധൂശലേക്ക്, ലാമക്ക്, നോഹ. നോഹയ്ക്ക് 3 മക്കള്, ഷേമ്, ഹാമ്, ഉറക്കം പറ, യാവത്ത്. ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. 11:10 ഉൽപ്പത്തി 11:10 പെട്ടെന്ന് വായിക്കണം. ഈ കുത്തി ഏതാന്ന് തെളിയിക്കുക. ഷേമിന്റെ വംശപാരമ്പര്യം ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പച്ചാദിനെ ജനിപ്പിച്ചു. 12-ാം വാക്യം അർപ്പച്ചാദിന് 35 വയസ്സായപ്പോൾ ശാലേഖിനെ ജനിപ്പിച്ചു. 14-ാം വാക്യം ശാലേഖിന് 30 വയസ്സായപ്പോൾ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം ഏബേരിന് 34 വയസ്സായപ്പോൾ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം പെലേഗിന് 30 വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം രയൂവിന് 32 വയസ്സായപ്പോൾ അവൻ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം ഷെറൂഗിന് 30 വയസ്സായപ്പോൾ അവൻ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം നാഗോറിന് 29 അവൻ വയസ്സായപ്പോൾ തേരകിനെ ജനിപ്പിച്ചു. 26-ാം വാക്യം തേരകിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രഹാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. 27 തേരകിന്റെ വംശപാരമ്പര്യം. ശ്രദ്ധിച്ചേ, തേരകന്റെ വംശപാരമ്പര്യം. അവർ തേരക അബ്രാമിനെയും നാഗോറിനെയും ഹാരാനും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. വന്നാൽ ഹാരാൻ തന്നെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടണമായി ഊരിവെച്ച തന്റെ അപ്പനാകുന്ന തേരകിന് മുന്നേ മരിച്ചുപോയി. അബ്രാമിന് നാഗോറും ഭാര്യമാര് കെടുത്തു. അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്കി എന്നും പേര്. മിൽക്കയുടെ പുത്രി ഹാരാന്റെ പുത്രി. അടുത്ത വാക്യം. സാറ മച്ചിയായിരുന്നു, അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. തേരകൻ തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായെ കൂട്ടിക്കൊണ്ട് കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അടുത്തത് അവർ ഹാരാൻ വരെ വന്ന് നമ്മുടെ പാർത്തു. തേരകിന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക് ഹാരാനിൽ വെച്ച് മരിച്ചു. ഇതാണ് അബ്രഹാമിയ പാരമ്പര്യം. അപ്പൊ ശ്രദ്ധിക്കുക, ആദാം മുതൽ നോഹ വരെ 10 തലമുറ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14. ഇവിടെ യേശു ക്രിസ്തുവിന്റെ കുടുംബത്തിൽ നിന്ന് വരുമെന്ന ഇശ്ശായിയുടെ കുട്ടിയിൽ നിന്ന്. ഈ കുട്ടിയാരാണ് നമ്മൾ ചിന്തിച്ചു വന്നത്? അവ പേരെസിന്റെ വംശഭാര്യ. ആര് പേരെസ്? പേരെസ് യഹൂദയുടെ മകൻ, യഹൂദ യാക്കോബിന്റെ മകൻ, യാക്കോബ് ഇസഹാക്കിന്റെ മകൻ, ഇസഹാക്ക് അബ്രഹാമിന്റെ മകൻ, അബ്രഹാം തേരകിന്റെ മകൻ, തേരക് നാഗോറിന്റെ മകൻ. ഇങ്ങനെ ആ തലമുറ. അങ്ങനെ ഇനി വായിച്ച രൂത്തിന്റെ പുസ്തകം 4:18 പേരെസിന്റെ വംശപാരമ്പര്യം ഇത്. പേരെസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. അരാം എന്നാ ഇവിടെ രാം എന്നാ കൊടുത്തേക്കുന്നത്. മത്തായിൽ അരാം എന്നൊക്കെ ഉണ്ട്. രാമിനെ ജനിപ്പിച്ചു. അടുത്തത് രാം അമ്മീതാബിനെ ജനിപ്പിച്ചു. അമിതാദാവ് നഗസോനെ ജനിപ്പിച്ചു. സൽമോനെ ജനിപ്പിച്ചു. സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശ്ശായിയെ ജനിപ്പിച്ചു. ആ കുത്തിയിൽ നിന്നാണ് യേശു ക്രിസ്തു ജനിച്ചത്. അതാണ് യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ് സുവിശേഷം. എന്ന് പറഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞ് എഴുതി വെച്ചതല്ല, ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു. എന്തോ എഴുതി വെച്ചു? എവിടെ ജനിക്കും? ബേത്ലഹേമിൽ. എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി. മാത്രമാണോ ഈ ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത? 9:6 യെശയ്യാവ്. ഒത്തിരിയുണ്ട് വിശേഷത. 9:6 പെട്ടെന്ന് വായിച്ചോ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, നിങ്ങളെ ശ്രദ്ധിച്ചോ? നമുക്ക് ഒരു ശിശു, ഏകവചനമാ കേട്ടോ, ഒത്തിരി ഇല്ല, ഒന്നേ ഉള്ളൂ. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ ആധിപത്യം അവന്റെ തോളിലിരിക്കും. അതും ഏകവചന. ആധിപത്യം അവരുടെ അല്ല.
അവന്റെ തോളിൽ ഒറ്റയൊരുത്തനേ ഉള്ളു രക്ഷിതാവ്, അവന്റെ തോളിലിരിക്കും. പിന്നെ അവൻ അത്ഭുത മന്ത്രി. അവിടെ അവനെന്ന ഏകവചനമാ, അവരെന്നല്ല കേട്ടോ, ഒത്തിരി പേരില്ല. പണ്ട് കവി പറഞ്ഞ പോലെ നോക്കുന്നിടത്തൊക്കെയും ഉണ്ട് കായ്കൾ മൂത്തും പഴുത്തും കദളീ കദംബം. നോക്കുന്നിടത്തല്ല ഇല്ല, ഒറ്റയൊരുത്തനേ ഉള്ളൂ. അത് സകലർക്കും ജീവനെ തന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആദ്യമത്തെ അവന്റെ തോളിലിരിക്കും. പിന്നെ അവൻ അത്ഭുത മന്ത്രി, അല്ല ഏകവചനമാ, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, ദൈവങ്ങളെന്നല്ല കേട്ടോ, ദൈവം, ദൈവം, നിത്യപിതാവ്. രാമപുരത്ത് വാര്യര് പണ്ട് കുചേലവൃത്തം വഞ്ചിപ്പാട്ടില് പ്രഥമ ഭാഗത്തെഴുതി, 33 കോടി ദേവന്മാരും ഇന്ന് മൂർത്തിയായി മുപ്പാരിന് വിളക്കുമായി മാർത്താണ്ഡാക്കേയായിരിക്കും പ്രത്യക്ഷ ദേവതയുടെ മാഹാത്മ്യമോർത്തിട്ടുമാന സുരുകിടുന്നു. അത് കുചേലവൃത്തം അതോന്നതയാ, ഇതല്ല. ഇത് എഴുതി വച്ചിരിക്കുക ആമൻ സ്വത്തും. അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ദൈവം ഒരുവനെയുള്ളൂ. പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുക. ശ്രീനാരായണ ഗുരു അങ്ങനെ തന്നെ പറഞ്ഞത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അദ്ദേഹത്തിന് ആ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരേ ഒരു ദൈവം, സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തെയും നിർമ്മിച്ചവൻ, സകലത്തെയും പടച്ചവൻ, സകലത്തെയും ഉണ്ടാക്കിയവൻ, സർവശക്തനായ ദൈവം. സ്പർശിപ്പാൻ സാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി, സ്പർശിപ്പാൻ സാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി, സർവരൂപികൾ കരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ, സർവരൂപികൾ കരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരേ ഒരു ദൈവം, അല്ല ഒത്തിരി ദൈവങ്ങളില്ല. ആമേൻ. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, പിന്നെ നിത്യപിതാവ്. അങ്ങനല്ലേ വായിക്കും മാമേ, എന്തോ ക്ഷീണിച്ചോ? സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. വായിക്കും മോളെ, 6-ാം വാക്യം മുതല്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. നിത്യപിതാവ്, ഒരേ ഒരു പിതാവാ കേട്ടോ, അല്ലാതെ കിഴക്കൊരു പിതാവും പടിഞ്ഞാറൊരു പിതാവും വടക്ക് വശത്തൊരു പിതാവും തെക്കൊരു പിതാവും, ഒത്തിരി പിതാവൊന്നുമില്ല, ഒറ്റ പിതാവേ ഉള്ളൂ. ഓ, ആരോട് പറയാൻ, ആയിരുമോളെ. നിത്യപിതാവ്, സമാധാന പ്രഭു, സമാധാന പ്രഭു എന്ന പേര്. ഈ പ്രഭു അങ്ങനത്തെ പ്രഭുവാ, സമാധാന പ്രഭു. പ്രഭു. അവൻ ഈ പ്രഭുവിനെ സ്വീകരിക്കുന്നവർക്ക് സമാധാനമുണ്ട്. ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ശിശുവിൻ്റെ വിശേഷത. എല്ലാ ഭാഗവും എടുക്കുന്നില്ല, കർത്താവിൻ്റെ മഹത്വം. അപ്പോൾ എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും, ജനിക്കുന്ന ശിശുവിൻ്റെ വിശേഷത, ഏത് കുടുംബത്തിൽ നിന്ന് വരും, ഇതെല്ലാം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷത അതാ പറഞ്ഞു വന്ന്, ഒന്ന്, ഇത് ദൈവം തമ്പുരാൻ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ് സുവിശേഷം. സ്തോത്രം. പിന്നെ ഒരു കാര്യമുണ്ട്, സുവിശേഷം അഭിമാനത്തോടെ പറയണം. ഒരു വാക്യം ഒന്ന് വായിച്ച റോമാലേഖനം 15:21. ഏനാ 3 പേരുടെ? അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്നെഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. ഇത് അഭിമാനത്തോടെ പറയണം. എന്തുവാ സുവിശേഷം? എവിടെയെങ്കിലും മുക്കിനോ മൂലക്കോ ബസ് സ്റ്റോപ്പിലോ ഒക്കെ അല്ലെ അഭിമാനത്തോടെ പറഞ്ഞോണം. അല്ലാതെ ആരെയും കാണുമ്പോൾ നീ ജൂളി ഒന്ന് തന്നെ പുസ്തകവും മടക്കി സുവിശേഷത്തിലാണ്. ഇല്ല, അങ്ങനൊന്നും ഇല്ല, ഇങ്ങനെ വെള്ളത്തിലെടുക്കരുത്. എൻ്റെ ഭാഷ ചോദിച്ചാൽ സുവിശേഷകനാണോ? താൻ്റെ ഇടത്തോടെ പറയണം ഞാനൊരു സുവിശേഷകനാണ്. നീ ഒരു ദൈവവൈതലാണോ? താൻ്റെ ഇടത്തോടെ പറയണം ഞാനൊരു ദൈവവൈതലാണ്. പിന്നെ എൻ്റെ ഭാഷയെ പറയാൻ എല്ലാവരും പറയുമോയെന്ന് അറിയത്തില്ല. ആരേലും ചോദിക്കുക പെന്തിക്കോസാന്നോ? ഞാൻ പെന്തിക്കോസാന്ന് പറയണം. ഞാൻ തെറ്റിദ്ധരിക്കരുത്, ഒരു പെന്തിക്കോസുകാരനായതിൽ ഒത്തിരി അഭിമാനം കൊള്ളുന്നയാളാണ്. അതെ, എനിക്ക് സന്തോഷമാണ്. ഇന്ന് വരെ തോന്നിയിട്ടില്ല ഈ പെന്തിക്കോസ് വന്നത് അബദ്ധമായെന്ന്. അടുത്ത കാലത്ത് ഏതോ ഊളൻ വെടലകൾ എഴുതി ഞാൻ മാർത്തോമായി പോയെന്ന്.
അങ്ങനെ ഉമ്മ അങ്ങ് എഴുതുക. ഞാൻ പിന്നെ ഇതിനൊന്നും മറുപടി പറയാൻ പോവുകയല്ല. ഉമ്മ ഇനി എന്തെല്ലാം എഴുതാനിരിക്കുന്നു. എഴുതുന്നവരവിടെ ഇരുന്ന് എഴുതും. എഴുതിയവരെയൊക്കെ നമുക്കറിയാം. എഴുതിയവന് കൂട്ടുനിന്നവനും ഇല്ലേ സന്തോഷ് ഭാഷ? പുള്ളിക്ക് ഇതെല്ലാം അറിയാം. ഇപ്പോൾ പുള്ളി ചിന്തിക്കുക, ദൈവമേ വന്ന് മുന്നിൽ പെടുകയും ചെയ്തു, അയാൾ ഇന്ന് എന്നെ കൊല്ലാനാണ്. ഒന്നുമില്ല, അദ്ദേഹത്തെ ദീർഘവർഷങ്ങളായിട്ടറിയാം. നല്ല കർത്തൃദാസന ദൈവത്തിന്. ഞങ്ങൾ ഒന്നിച്ച് മല്ലപ്പള്ളിയിൽ നമ്മുടെ ജോൺ സാർ ഇരിക്കുമ്പോഴൊക്കെ ഒന്നിച്ച് ഉപവാസ പ്രാർത്ഥനയെ ശുശ്രൂഷിക്കുകയും ഒന്നിച്ച് വിശ്രമിക്കുകയും പല യോഗ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് നമുക്ക് വേണ്ടപ്പെട്ടതാണ്, ജന്നിത്തല ഒക്കെ നല്ല ബന്ധങ്ങളാണ്. ദൈവത്തിന് മഹത്വം. എഴുതുന്നവരവിടെ എഴുതട്ടെ, പറയുന്നവൻ പറയട്ടെ. നാട്ടിൽ വെച്ചോളം ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, വിതയ്ക്കുന്നവൻ കൊയ്യും. നീ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ചാൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവം വിശ്വസ്തന. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവിന് മഹത്വം. യേശു ക്രിസ്തുവിന്റെ വിശേഷത ഇത്. ഈ സുവിശേഷം അഭിമാനത്തോടെ പറയണം. നീ ഒരു ദൈവ പൈതലാണെന്നുള്ളതിൽ അഭിമാനം കൊള്ളണം. എന്നോട് ചിലർ ചോദിക്കും, ചിലരെ ചോദിക്കുവാൾ, അല്ലെങ്കിൽ അറിയാം, കണ്ടാൽ അറിയാം. എന്നാലും ചിലർ ചോദിക്കും. ഇന്നാളൊരാൾ ചോദിച്ചു, വള്ളിക്കാവിൽ നിന്ന് വരുവാന്ന്. തള്ളയുടെ അവിടുന്ന്. വേറൊരാൾ നാളെ പറഞ്ഞു, ആ സ്റ്റേജിൽ ഇരുന്ന് പാടിയിട്ട് തള്ളയും നിങ്ങളും ആങ്ങളെയും പെങ്ങളും ഇരുന്ന് പാടും പോലാണ്. ഓരോരോ കണ്ടുപിടുത്തങ്ങൾ. സജി പാസ്റ്റർ സത്യം പറഞ്ഞത്, എന്നോട് പറഞ്ഞ. അടുത്ത കാലത്ത് ഒരു ദീർഘദൂര യാത്ര ചെയ്തപ്പോൾ പെട്രോൾ പമ്പിൽ വണ്ടിക്ക് ഈ ഡീസൽ അടിക്കാൻ അവിടെ നിർത്തി. അപ്പോൾ ഞാൻ ബാത്റൂമിൽ നിന്ന് പോകാൻ, അപ്പം വേറൊരാൾ വന്ന് തൊഴുതു. അപ്പോൾ ചോദിച്ചു, എവിടുന്നാ വരുന്നത്? ഞാൻ പറഞ്ഞു, കേരളത്തിൽ നിന്നാണ് വരുന്നത്. മഠത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചു. എങ്ങനെയുണ്ട്? ഇതൊക്കെ കണ്ടായിരിക്കും ചോദിക്കുന്നത്. ചിലരേ ഉള്ള അങ്ങനെ ചോദിച്ചോളൂ. എന്നാൽ സിംഹഭാഗം ആൾക്കാർക്കും അറിയാം പെന്തിക്കോസുകാരനാണ്. ഞാൻ എൻ്റെ ഭാഷയെ പറയാം. നിങ്ങൾ ചിലപ്പം തിയോളജി പഠിപ്പിക്കുന്നവരൊക്കെ ചിലപ്പോൾ കണ്ണിച്ചോ, അവിടെ നിന്ന് കണ്ണിക്കട്ടെ. എനിക്കെന്നാ, ഞാനൊരു പെന്തിക്കോസുകാരനായതിൽ അഭിമാനിക്കുന്നയാളാണ്. അതെ, ഈ മാർഗത്തിൽ വന്നത് വലിയ ഭാഗ്യമാണ്. അതെ, വലിയ ഭാഗ്യമാണ്. ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇതിനകത്ത് വന്നത് അബദ്ധമായെന്ന്. ഇതിനകത്ത് വഴക്കുണ്ടാക്കുന്നവൻ കാണും, കുടിക്കുന്നവൻ കാണും, വെറിയം കാണും, ചിലപ്പോൾ അതിരുമാന്തി കാണും, അപ്പനും അമ്മയ്ക്കും ഒക്കെ ഇതിനകത്തും കാണും. അമ്മ ഇരിക്കുക കാണും. സഹോദരങ്ങളോട് മിണ്ടാത്തവൻ ഇതിനകത്ത് കാണും, അതിരുമാന്തിയവൻ കാണും, സഹോദരങ്ങളുടെ വസ്തു വക്രിച്ചെടുത്തവന്മാർ ഇതിനകത്ത് കാണും, കള്ളയാധാരം ഉണ്ടാക്കിയ അങ്കച്ചനും ചിലപ്പോൾ ഇതിനകത്ത് കണ്ടെന്ന് കാണാം. അതൊക്കെ ഇതിനകത്ത് എല്ലാ വക മീനും കിടക്കില്ല. പക്ഷേ നെല്ലും കല്ലും വേർതിരിക്കുന്നൊരു ദിവസമുണ്ട്. അതൊക്കെ ഇതിനകത്ത് കിടക്കും. കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. പക്ഷേ ഭീഷ്മറുമായിട്ട് ഒരുവൻ വരുന്നുണ്ട്. ചെമ്മരിയാണ്ടും കോലാണ്ടും കള്ളും ഭൂമിയിൽ വേർതിരിയും. ചെമ്മരിയാണ്ടും കോലാണ്ടും കള്ളും ഭൂമിയിൽ വേർതിരിയും. ചെല്ലും നിത്യത മണമാട്ടിയും ചെമ്മരിയാടും കോലാണ്ടുകളും ഭൂമിയിൽ വേർതിരിയും. ചെല്ലും നിത്യത മണമാട്ടിയും യുഗയുഗമാണിടുവാൻ. പുതുയുഗ പുലരിയിൽ പുതുഗാനത്തിൽ ഈരടി കേൾക്കാറായി. പുതുയുഗ പുലരിയിൽ പുതുഗാനത്തിൽ ഈരടി കേൾക്കാറായി, ഈരടി കേൾക്കാറായി. സ്വർഗ്ഗസിയോൻ പ്രവാസികളെ പ്രഭാതമാകാറായി. പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി. പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ മാനുഷികമായി നോക്കുമ്പോൾ അപാകതകളും ന്യൂനതകളുമുള്ള അനേകര് കാണും. അതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊക്കെ അവനവൻ കണക്ക് പറയും. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്തും ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലത്താ എന്നെ നിന്നെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്ന എൻ്റെ സഹപഠന്മാരോടും ഇത് അറിയിക്കാൻ ചുമല കൊടുക്കുന്ന പ്രിയപ്പെട്ടവരോടും ഒന്നുകൂടെ പറയട്ടെ, സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് അഭിമാനത്തോടെ പറഞ്ഞോണം. ഒത്തോന്നൊന്നും ചോദിച്ചു പറയണ്ട. ഇത് അഭിമാനമുള്ള കാര്യമാണ് സുവിശേഷം. ഒരു ദൈവദാസനായതിൽ അഭിമാനിച്ചോണം. ഒരു ദൈവപൈതലായതിൽ നീ അപമാനിക്കണം. നിന്റെ കുടുംബത്തിൽ ഉന്നതന്മാരും മിടുക്കന്മാരും എഞ്ചിനീയേഴ്സും പ്രൊഫസേഴ്സും ഡോക്ടേഴ്സും ബിസിനസ്സുകാരും ഒക്കെ കാണട്ടെ, വർദ്ധിച്ചോട്ടെ. പക്ഷെ അവരിലേക്കാളെല്ലാം ശ്രേഷ്ഠമേറിയ ഒരു പദവിയാ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ നീ ഒരു ദൈവ പൈതലായി തീർന്നു. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ ഓടിച്ച് മുമ്പോട്ട് പോകട്ടെ. ചിലരിതൊക്കെ സങ്കടത്തോടെ പറഞ്ഞത്, പക്ഷേ ഈ ദേശത്തെല്ലാം ഞങ്ങളുടെ ആൾക്കാരെല്ലാം വലിയ കുടുംബക്കാരാണ്, എന്നെ മാത്രമോ ദൈവം. ഈ ബെടല വർത്താനം പറയരുത്. നീ നല്ല തുള്ളിച്ചാടി പറയണം, ഈ ദേശത്തെല്ലാം ഞങ്ങളുടെ കുടുംബക്കാർ വലുതാ, പക്ഷെ അതിൻ്റെ നടുവിൽ എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. അത് പറയുന്നതിനകത്ത് തന്നെ ഒരു ധൈര്യമൊക്കെ വേണ്ടേ. ഞാൻ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ചെല്ലും, കല്യാണത്തിനൊക്കെ എന്നെ വിളിക്കും. യോഗമൊന്നും ഇല്ലാത്ത ദിവസമാണേ പോകും. ഈ പരുവത്തിന് അങ്ങോട്ട് ചെല്ലുന്നത് കാണുമ്പോഴേ അറിയാം. ഇപ്പം ചെല്ലി ചോദിക്കും, ആ ബെന്തിക്കോസ്. ഞാൻ പറഞ്ഞു ബെന്തിക്കോസാ, നീയുമ്മാ അതിലെല്ലാം ഉടപ്പി അടിച്ചു കടന്നേച്ച്. എടാ, ഇത് ഏറ്റവും ശ്രേഷ്ഠമേറിയ മാർഗമാണ്. നീ ദൈവവൈതലായി തീർന്നതാ ഭാഗ്യം. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത, ഒന്ന്, ഇത് മുൻപ് കൂട്ടി ദൈവം വാഗ്ദത്തം ചെയ്തതാ. രണ്ട്, ഇത് അഭിമാനത്തോടെ പറഞ്ഞോണം, ചൂളിയൊന്നും പറയരുത്. അല്ല, അഭിമാനത്തോടെ പറയേണ്ടതാ സുവിശേഷം. കാരണം സുവിശേഷം യേശു ക്രിസ്തുവാ. മൂന്ന്, എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16 അറിവുള്ള വാക്യമാ, എങ്കിലും വായിച്ചോ. റോമർ 1:16. പെട്ടെന്ന് വായിരു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർക്ക്, 3, സുവിശേഷം നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ്. നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, ഈ ദേശത്തെ രക്ഷിക്കും, നാടിനെ രക്ഷിക്കും, രാജ്യങ്ങളെ രക്ഷിക്കും, രാഷ്ട്രങ്ങളെ രക്ഷിക്കും. രക്ഷിക്കുന്ന മാർഗമാണ്, രക്ഷിക്കുന്ന നാമമാണ് സത്യ സുവിശേഷം. അതിനായി ചെലവ് ചെയ്ത് യോഗം നടത്തുന്നത് ഒരു വ്യക്തിയെങ്കിലും ഇന്ന് രാത്രി രക്ഷപ്പെടണം. സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. വിവരിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടുക. അപ്പോൾ ഒന്ന്, ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. രണ്ട്, ഇത് അഭിമാനത്തോടെ പറഞ്ഞോണം. മൂന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 5 കാര്യം പറയാം. 10-16 കുറിച്ച് വെച്ചിട്ടുണ്ട്, 5 പറയാം. 4, സുവിശേഷത്തിൻ്റെ വിശേഷത, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സമാധാനം തരും. സമാധാനം വായിച്ച മോളെ, അറിവുള്ള വാക്യമായ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15. സുവിശേഷം സമാധാനം തരും. വായിച്ചു 6, 14, 15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ 4-ാമത്തെ വിശേഷത, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, സ്നേഹിത, സുഹൃത്തെ, മാതാവേ, പിതാവേ, 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, എണ്ണ കൊടുക്കണ്ട, തിരി കൊടുക്കണ്ട, മെഴുകുതിരി കൊടുക്കണ്ട, അരി വേണ്ട, തുണി വേണ്ട, മണി വേണ്ട, കിണി വേണ്ട, ആട് വേണ്ട, മാട് വേണ്ട, കാട് വേണ്ട, ഒന്നും വേണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് നീ പറഞ്ഞാൽ മതി, എൻ്റെ യേശുവേ, എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ എന്നെ ഇന്ന് രാത്രി തരിക. എൻ്റെ ഉള്ളത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണം, എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും, അവരെ യേശു രക്ഷിക്കും. അങ്ങനെ രക്ഷാനിർണയം പ്രാപിക്കുമ്പോൾ ഒരു വലിയ സമാധാനം ഉണ്ടാകും. ഈ മൈക്ക് വിടിരിക്കുന്നവരുടെ കയ്യിലോട്ട് കൊടുത്താൽ ഒരു 90% ആൾക്കാരും കയറി വന്ന് പറയുന്നത് ഇതാ, ഞാൻ സമാധാനമില്ലാതെ നെട്ടോട്ടം ഒടിഞ്ഞു വെക്കുക, എന്നാൽ യേശു എനിക്ക് സമാധാനം നൽകി. യേശു സമാധാനം തരുന്നവനാ. അവിടുത്തെ നാമത്തിൻ്റെ പല നാമങ്ങളുണ്ട്. അതിലൊരു നാമം മുമ്പേ വായിച്ചു, സമാധാന പ്രഭു എന്ന് പറഞ്ഞാൽ ഇച്ചിരി തരുന്നതല്ല, ഇത് പ്രഭുവാ. നദി പോലെ സമാധാനം. അയ്യോ, നദി പോലെ. അതല്ലേ ഇവിടെ കടഭാരമുള്ളവരുണ്ട്, കടമുള്ളവർ കൈപൊക്കിക്കുക, തരാനൊന്നും അല്ല, എന്നാലും അറിയാനാ കൈപൊക്ക്. ആർക്കും കടമില്ലേ? ദേശന് കടമുണ്ട് ഇല്ലേ? കടമൊന്നുമില്ലേ? അയ്യോ, ആർക്കും കടവില്ലേ? കടമുള്ളവരൊന്ന് കൈ പൊക്കാൻ. 96 കടം വല്ലതും ഉണ്ട്. അതിന് കേൾക്കാനൊന്നും വയ്യുന്നു. കാണും, എന്തേലുമൊക്കെ കാണും. അപ്പൊ ഈ കടമുണ്ടെങ്കിലും എന്ത് സമാധാനത്തോടായിരിക്കുന്നത്? സ്വന്തമായിട്ട് വീടില്ലാത്തവർ ഇതിനകത്ത് കാണും, ഏതായി ഭൂമിയിലേ. പക്ഷെ എന്ത് സമാധാനത്തോടായിരിക്കുന്നത്? വാടകയ്ക്ക് താമസിക്കുന്നവർ ഇതിനകത്തുണ്ട്, എങ്കിലും എന്ത് സമാധാനമാണ്. കുഞ്ഞുങ്ങളുടെ പഠനവും ഭാവി ഓർത്ത് ഞരങ്ങുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, എന്നാലും എന്ത് സമാധാനത്തോടായിരിക്കുന്നത്? അതേ, ലോകം തരുന്ന സമാധാനമല്ല, ഈ സുവിശേഷത്താൽ ലഭിച്ചതാ. ഈ സുവിശേഷത്താൽ ലഭിച്ചതാ ഈ സമാധാനം. കാരണം ഇത് സമാധാന പ്രഭുവാ. സുവിശേഷത്തിന്റെ 4-ാമത്തെ വിശേഷത, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. 2 കാര്യം കൂടെ പറയാം. സുവിശേഷത്തിന്റെ 5 വിശേഷത നിന്നെ ഉയർത്തുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ന്റെ 7.
അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തു മതി. നിങ്ങൾ ഉയരേണ്ടതിന്. അപ്പൊ സുവിശേഷത്തിന്റെ 5ാമത്തെ വിശേഷത, ഇത് നിന്നെ ഉയർത്തുന്ന മാർഗമാണ്. അതില്ല ഈ മാർഗത്തിൽ വന്ന ആരെങ്കിലും നശിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ പറയും ഇന്നയാളതാ കടന്ന അത് ഇപ്പൊ പൊതുവിലൊന്നും പറയാനൊക്കത്തില്ല. ഇത് നിൽക്കേണ്ടത് പോലെ നിന്നാൽ, കൊണ്ടുപോകേണ്ടത് കൊണ്ടുപോയാൽ, ആചരിക്കേണ്ടത് പോലെ ആചരിച്ചാൽ നിനക്കൊരു ദോഷവും വരികയില്ല, നിന്റെ സന്തതിക്കും ദോഷം വരികയില്ല. നിന്നെ ഉയർത്തുന്നതാ. മുമ്പേ പറഞ്ഞ പോലെ ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വന്ന് പറയും എൻ്റെ ദൈവം എന്നെ ഉയർത്തി. എന്തിനാ എല്ലാവരുടെയും കൈ എൻ്റെ കാര്യം അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. കുട്ടനാട്ടിലെ കാവാലത്താണ് എൻ്റെ വീട്. ഒരു സാധുവായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. കളറും ഒന്നും നല്ലതല്ല, സ്വരവും നല്ലതല്ല, കുടുംബശ്രേഷ്ഠത ഒന്നുമില്ല, മാനുഷികമായിട്ട് ഒന്നുമില്ല, ഒരു ഗുണവുമില്ല. ദൈവത്തിന് നാളെ പണ്ടൊരാൾ പറഞ്ഞു അവന് കള്ളുഷാപ്പിൻ്റെ പാരമ്പര്യമാണ്. ആയിക്കോട്ടെ, എൻ്റെ അപ്പനെ കള്ളുഷാപ്പിലെ ജോലി, ചെറിയൊരു ജോലി, കള്ളുഷാപ്പിലെ ജോലിയായിരുന്നു. ഞാനൊരിക്കലും അമേരിക്ക ചെന്നപ്പോഴും പറഞ്ഞു എൻ്റെ അപ്പന് കള്ളുഷാപ്പിലെ ജോലി ചെയ്ത എന്നെയും എൻ്റെ സഹോദരങ്ങളെയൊക്കെ വളർത്തിയത് വളരെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചാണ് വളർന്നത്. അപ്പോൾ ഞാൻ താമസിച്ച വീട്ടിൽ അവനെ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു ഇനി ഇതൊന്നും പറയരുതെന്ന്. ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ തന്തയുടെ കാര്യം നീ പറയുമോ എന്ന് ചോദിച്ചു. എൻ്റെ തന്തയുടെ കാര്യം ഞാനില്ലേ പറയാൻ, ഇവൻ പറയും. ഇനി ഇവൻ പറഞ്ഞാൽ ഒക്കുവോ? അങ്ങനെയാണ് വളർന്ന് വന്നത്. വളരെ കഷ്ടപ്പെട്ട് വളർത്തിയതാ. വലിയ വീടും ചുറ്റുപാടും ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഈ മാർഗത്തിൽ വന്നു, എല്ലാ നിലയിലും ദൈവം ഉയർത്തി. ഞാൻ മറ്റ് രീതി നിങ്ങൾ ചിന്തിക്കരുത്. സുവിശേഷം നിന്നെ ഉയർത്തും. പണ്ട് കാലത്തായിരുന്ന എന്നെയോ എൻ്റെ വല്യപ്പനെയോ ഒന്നും നിങ്ങളുടെ ഒന്നും പല വീടുകൾ കയറ്റുകയില്ല. എന്നാലിപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തോ ബഹുമാനാണ്ട്. ഇപ്പോൾ അങ്ങോട്ട് ഓടി ചെന്നപ്പോൾ തള്ള ഓടി വന്ന് കതവ് തുറക്കുന്നു, ബാത്റൂമിലോട്ട് പോകാനായിട്ട് തുറന്നു തരുന്നു. ചായ വേണം, എന്ത് ചെയ്യാം, 12 ചായന് ഇടിരിപ്പുണ്ട്, പുറകിലിരിപ്പുണ്ട്, എന്ത് ചെയ്യാം, പോയോ? ആണ്ട കൈ പൊക്കി കണ്ടോ, പുള്ളി ഓടി വന്ന്, അമ്മാമ്മയെ ഓടി വന്ന്, എന്തോ ബഹുമാനം. പണ്ടത്തെ രീതി വല്ലതുമാണ് അങ്ങോട്ട് കയറ്റു അല്ല ഏലായി. പിന്നെ എന്നാ ഇപ്പം ഇങ്ങനെ കയറ്റാനും എടുക്കാനും ഒക്കെ കാര്യമെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം ഉയർത്തിയതാണ്. ഞാനെപ്പോഴും പറയും സുവിശേഷമാണ് ഉയർത്തുന്നത്. ഇതുപോലെ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പണ്ട് ഞാൻ പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയും എൻ്റെ വല്യപ്പൻ്റെ അപ്പനൊന്നും റോഡേ നടക്കാനൊക്കത്തില്ലായിരുന്നു. ഇതുപോലെ വെള്ള വസ്ത്രം ധരിച്ച് അവന്മാർ നടത്തുകയില്ല. ഇപ്പം അങ്ങനെല്ലാം ഐക്യതയാ, ഭയങ്കര ഐക്യത. നമ്മളെല്ലാം ഒന്നാണ്, പോടാ ഐക്യത. ഒരു 100 കൊല്ലം മുമ്പേ നിങ്ങളെല്ലാം ഇങ്ങനെ പമ്മിയിരിക്കുന്നേ. എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ ഇതുപോലെ വെള്ളത്തുണി എടുത്തുകൊണ്ട് റോഡേ നടക്കാനൊക്കത്തില്ലെന്നേ. പട്ടിക്കും പന്നിക്കും എല്ലാം റോഡേ നടക്കാം, പക്ഷേ സാധുക്കളാകുന്നവർക്ക് നടക്കാനൊക്കത്തില്ല. അഥവാ വെള്ളത്തുണി ധരിച്ചാൽ കരിവാരി തേച്ചോണം. അങ്ങനത്തെ കാലമായിരുന്നു. പക്ഷേ അതിന് മാറ്റം വരുത്തിയത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. ഇപ്പോൾ അതുകൊണ്ട് എന്തും വേണ്ട വെള്ളത്തുണിയാണെന്നറിയാം, അതിൻ്റെ എല്ലാം കേട് തീർത്ത് ഞാൻ നടക്കുക. എന്നോട് ഒരാൾ ചോദിച്ചു ഇതെന്തിനാണ്? ഇതിൻ്റെ എല്ലാം കേട് തീർക്കുക. പിന്നെ സ്തോത്രം. ഈയിടെ എന്നോട് ചോദിച്ചു ഇച്ചിരി തുണി തരാമോ എന്ന്. ഇത്രയും തുണി പുള്ളിക്ക് വേണം. സോജൻ ഭാഷ എന്നോട് ചോദിച്ചത് ഇത്രയും തുണി. അതെന്നാ എൻ്റെ ഭാഷയിലാണ് പറയുന്നേ. വല്യപ്പൻ്റെ അപ്പൻ ഇതുപോലെ വെള്ളത്തുണി കൊടുക്കാൻ അനുവദിക്കത്തില്ലായിരുന്നു. അയിത്തമുള്ള കാലമല്ലേ, റോഡേ നടക്കാനൊക്കത്തില്ല, പള്ളിക്കുടത്തിൽ കയറ്റുകയില്ല, വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. സംസ്കൃതം ദേവഭാഷയാണ്. അത് സാധുക്കൾ ചൊല്ലാൻ ഉച്ചരിക്കാനൊക്കത്തില്ല. ചെവിക്കകത്ത് ഈയ ഉരുക്കി ഓടിക്കണം, നാവ് പിടിതെടുക്കണമെന്നൊക്കെയാണ്. ഏവമുക്തം കൃഷികേശം കൂടാകേശന ഭാരതാദി ഭൂതം ചക്കീം പ്രോക്ത് അത് ദൈവം കിമുച്ചത് എന്നൊക്കെ പറയുന്നത് മിണ്ടാനൊക്കത്തില്ല. ഇപ്പം എങ്ങാനും സംസ്കൃതം പറഞ്ഞ പിള്ളേർ നിന്നെ താത്തിക്കും, വെടലത്തരവൊന്നും പറഞ്ഞേക്കരുത്. അപ്പൊ ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അതെ, പള്ളിക്കൂടത്തിൽ കയറ്റുമോ? ഒരു പള്ളിക്കൂടത്തിന് തീയിട്ടതല്ലേ. ചരിത്രത്തിലൊന്നും ഞാൻ പോകുന്നില്ല. ആമൻ സാധുക്കളാകുന്നവരെ വളരെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച് മാടിനോട് ചേർത്ത് മനുഷ്യനെ വെച്ചാ കണ്ടം ഉഴുതുകൊണ്ടിരുന്നത്. ഒരു വശത്ത് മാട്, ഒരു വശത്ത് മനുഷ്യൻ കണ്ടം ഉഴുതുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സായിപ്പ്, സുവിശേഷം വിശ്വസിച്ചൊരു സായിപ്പ് വന്നു. അന്നത്തെ കാലത്ത് ആ മനുഷ്യനെ കഴിഞ്ഞ് കയറ്റി കൊണ്ടുപോയി തേച്ച് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് രക്ഷകയുടെ സുവിശേഷം കൊടുത്ത് വിദ്യ അഭ്യസിക്കുവാൻ അനുവാദം കൊടുത്തു. ആ മനുഷ്യൻ കർത്താവിൽ പ്രസിദ്ധനായി. ചരിത്രമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ദൈവത്തിന് മകത്ത് ആ സുവിശേഷം നിന്നെ ഉയർത്തും. സുവിശേഷം മാത്രമേ നിന്നെ ഉയർത്തൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സുവിശേഷമായി ഇവിടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിന്നെ ഉയർത്തുന്ന മാർഗമാണ്. മാത്രമല്ല കൊലോസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ എടുത്തു വായിപ്പിക്കുന്നില്ല, സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാണ്.
സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താ? സുവിശേഷത്തിന്റെ പ്രത്യാശ ഒത്തിരി കാര്യമുണ്ട്. ഒറ്റവാക്കി പറഞ്ഞ ആ ഭാഗം വിടാം. സുവിശേഷത്തിന്റെ പ്രത്യാശ ഇതാ. ഒന്ന്, നമ്മുടെ നേതാവ് തിരിച്ചു വരും. അതാ പ്രത്യാശ. ഇവിടെ ധാരാളം നേതാക്കന്മാർ വന്നേച്ചൊക്കെ പോയി, ഒരു കുഞ്ഞുങ്ങൾ പോലും തിരിച്ചു വരാന്ന് ഒന്ന് പോയപ്പോൾ പോലും ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നല്ലേ തിരിച്ചു വരുന്നത്. നമ്മൾ ചോദിക്കല്ലേ അപ്പച്ചൻ എങ്ങനെയാ പോയ? അപ്പച്ചൻ ഇങ്ങനെ എന്തുവാ പറഞ്ഞു? എന്നാന്ന് ആർക്കും? അപ്പച്ചൻ ഇങ്ങനെ ഏപ്പൊക്കെ വിടും പോലെ പോയി. അപ്പം ഞങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു ജീവൻ പോകുന്നത്, കണ്ണിൽ കൂടാ പോയത്. പിന്നെ എന്തിനാടെ മൂക്കിന് 2 തോളാണ്? ഇതൊക്കെ പോകേണ്ട സ്ഥലത്തൂടെ പോകണം. അപ്പച്ചൻ അങ്ങനെയാ പോയത്. അപ്പച്ചൻ എന്തോ പറഞ്ഞു? ഒന്നും മിണ്ടിയില്ല. എന്നാൽ നമ്മുടെ അപ്പച്ചൻ എല്ലാം പറഞ്ഞേച്ചാ പോയേക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് കേട്ടോ. നമ്മുടെ അപ്പച്ചനെ, നമ്മുടെ നേതാവ് വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ട് പോവുക. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിനും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുക. ഞാൻ സ്ഥലമൊരുക്കിയ എൻ്റെ ഭാഷയാ കേട്ടോ, ബൈബിളിലില്ല. ഞാൻ എൻ്റെ ഭാഷ. ഞാൻ അങ്ങോട്ട് സ്ഥലമൊരുക്കാൻ പോകുക. ഒരു പോക്ക് അങ്ങ് പോകുകയല്ല, ഞാൻ പോയേച്ച് തിരിച്ചു വരുമെന്ന് ഒരുക്കിയേച്ച് തിരിച്ചു വരും. തിരിച്ചിങ്ങോട്ട് വന്നിട്ട് മേപ്പറാക്കാരെ ഇങ്ങനെ കണ്ടേച്ച് ഹായ് അങ്ങനെ പോകുമല്ല, നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. ആരോട് പറയാനാ? ഒരു താല്പര്യവും ഇല്ല പോകാൻ. സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ. സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ. ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. പോയി വരും ഞാൻ, പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. സുവിശേഷം പ്രത്യാശ തരുന്നതാ. എന്താ പ്രത്യാശ? നമ്മുടെ നേതാവ് തിരിച്ചു വരും. തിരിച്ചു വന്ന് കണ്ടേച്ച് പോകുമല്ല, നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. കൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടുപോകും. കൊണ്ടുപോയി അവിടെ ചെന്ന് ചെതിലേലും പോകുന്നല്ല പറയാനത്, തന്നോട് കൂടെ ഇരുത്തും. പൗലോസൊക്കെ പറഞ്ഞേക്കുന്ന പ്രയോഗം ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടെ. ഇതാണ് നമ്മുടെ പ്രത്യാശ. മാത്രമാണോ എന്തെല്ലാം പ്രത്യാശയാ. ഞാൻ മരണവീടുകളിലൊക്കെ പറയും, നമ്മെ വിട്ട് മൺമറഞ്ഞ ഒത്തിരി പേരുണ്ട്. അവരെ ഉയർത്തു വരും. പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒന്നുമല്ല. പണ്ട് പട്ടി ഓടി പറഞ്ഞു ആണ്ടടി അച്ചായം പോകുന്നെന്ന്, 4 കാലുമായിട്ടുണ്ട്. ബോധക്കേട് പിടിച്ച തള്ളയുടെ കാര്യം. അച്ചായം പോകുന്നെന്ന്. അച്ചായം പട്ടിയായിട്ടും പൂച്ചയായിട്ടും രാമൻ കാക്കയായിട്ടൊന്നും വന്നിരിക്കുകയല്ല. അയ്യോ, തിരുവചനം പഠിപ്പിക്കുന്നത് പുത്തൻ ശരീരത്തോടാ ഉയർത്തു വരുന്നത്. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ സുവിശേഷത്തിലേ ഉള്ളൂ. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷതയായി പറഞ്ഞു വരുന്നത് ഇത് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതായി സുവിശേഷം. ഇത് രക്ഷ തരുന്നതാ സുവിശേഷം. ഇത് സമാധാനം തരുന്നതാ സുവിശേഷം. ആമേൻ. മാത്രമല്ല ഈ സുവിശേഷം ആമേൻ ദൈവത്തിന് സ്തോത്രം നമ്മളെ ഉയർത്തുന്നതാ സുവിശേഷം. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ വന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. വായിച്ച വാക്യത്തോടെ കൂറ് പുലർത്തി 1-2 കാര്യം പറയാം. സമയം എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൃത്യസമയത്ത് ഞാൻ നിർത്തുമ്പോൾ മനസ്സിലായിക്കോണം അവർ പറഞ്ഞ സമയം അതാന്ന്. അപ്പം അത് പെട്ടെന്ന് നിർത്താം. യൂദയുടെ ലേഖനം 11-ാം വാക്യമല്ലേ ഓമനമാമയെ വായിച്ചേ? ഒന്നുകൂടെ വായിച്ചു. പെട്ടെന്ന് വായിച്ചു. അവർക്ക് അയ്യോ കഷ്ടം, അവർക്ക് അയ്യോ കഷ്ടം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും
കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. ഇവിടെ യൂദയുടെ ലേഖനം വളരെ ഈടുറ്റ ലേഖനം, ഓടിച്ചു പറയാം. ഈ ലേഖനത്തിൽ ഓമനമാമേ എത്ര വാക്യമുണ്ട് നോക്കാതെ പറ, ഇനി നോക്കി പറ. 25 വാക്യം. അപ്പൊ 25 വാക്യമേ ഈ പുസ്തകത്തിൽ, ഏതാ യൂദയുടെ ഒരധ്യായമുള്ള ഈ പുസ്തകത്തിൽ 25 വാക്യമേ ഉള്ളെങ്കിലും സകല വിഷയങ്ങളും ഈ ലേഖനത്തിലുണ്ട്. എന്തുവാ ഇതിനകത്ത് സകല വിഷയങ്ങളും എന്ന് പറഞ്ഞാൽ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിലുണ്ട്. 6-ാം വാക്യം വായിച്ച 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ഞങ്ങളെ കെട്ട അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചു. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ യൂദ തുടങ്ങി. എന്നിട്ടോ അന്ത്യകാല വിഷയം വരെ 19 18 അന്ത്യകാലത്ത് മതി. അപ്പൊ ശ്രദ്ധിച്ചേ, ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദ രേഖപ്പെടുത്തി. അപ്പം ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. 25 വാക്യമേ ഉള്ളെന്നോർത്ത് തള്ളിക്കളയരുത്, വളരെ ആഴമേറിയ ലേഖനമാണ്. മാത്രമല്ല ഈ ലേഖനത്തിൽ ഒരു പ്രധാന വിഷയം സൂക്ഷിക്കുക. അതാ ഇതിനകത്തെ പ്രധാന ഒരു വിഷയം, സൂക്ഷിക്കുക. 1-ാം വാക്യവും 6-ാം വാക്യവും 13-ാം വാക്യവും 21-ാം വാക്യവും 24-ാം വാക്യവും പെട്ടെന്ന് വായിക്കണം. 1 യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. ആ പദം അവിടെ ഉണ്ട്, സൂക്ഷിക്കപ്പെട്ടു. 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൽ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിൽ അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചു. 13-ാം വാക്യം അവിടെ സൂക്ഷിച്ചെന്നാ. തങ്ങളുടെ നാണക്കേട് നിറച്ച് തള്ളുന്ന കൊടിയ കടൽത്തിരകൾ സദാകാലത്തേക്ക് അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന 21 പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചെന്ന 24 വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു മതി. അപ്പോൾ ഈ ലേഖനം 25 വാക്യമേ ഉള്ളെങ്കിൽ ഈടുറ്റ ലേഖനമാ. ഇതിനകത്ത് പ്രധാന ഒരു പ്രയോഗം സൂക്ഷിക്കുക. 1-ാം വാക്യം, 6-ാം വാക്യം, 13-ാം വാക്യം, 21-ാം വാക്യം, 24-ാം വാക്യം സൂക്ഷിക്കുക. മാത്രമല്ല ഈ ലേഖനത്തിന്റെ ഒരു വിശേഷത, ഈ ലേഖനം ആരാണ് എഴുതിയത്? ആരാ എഴുതിയത്? അമ്മാമ തന്നെ പറ. ഏത് യൂദ? മൈക്ക് കൂടെ ഉറക്കം വേണം. യേശുവിന്റെ സഹോദരനായ യൂദ. വായിച്ചു 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ. ഏത് യൂദായ? ഒന്നുകൂടെ വായിച്ചു. യേശുക്രിസ്തുവിന്റെ ദാസൻ യാക്കോബിന്റെ സഹോദരനുമായ യൂദ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമാകുന്ന യൂദ. അപ്പോൾ ഈ യൂദ സംശയിക്കേണ്ട, ദൈവദാസി കറക്റ്റാ പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ സഹോദരൻ തന്നെ. പക്ഷേ ഈ വാക്യത്തിന്റെ ഒരു വിശേഷത, യൂദയുടെ മനോഭാവം ഈ വാക്യത്തിലുണ്ട്. എന്തുവാ മനോഭാവം? തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ പരിചയപ്പെടുത്തിയത്, യേശുക്രിസ്തുവിന്റെ ദാസൻ. നല്ല മനോഭാവമാണ്. ഞാനോ നിങ്ങളോ വല്ലോ ആയി സ്ഥാനത്തെങ്കിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ആയിരിക്കും? അമ്മാമി ഒന്ന് പറ, മൈക്ക് കൂടെ എങ്ങനെ ആയിരിക്കും? സത്യം, മൈക്ക് കൂടെ പറ. ഓ അങ്ങ് നാണവാ? എന്തുവാ? എന്റെ സഹോദരൻ. ഇവിടെ യൂദ തന്നെ പരിചയപ്പെടുത്തുക യേശുക്രിസ്തുവിന്റെ ദാസൻ. മനോഭാവമാണ്. ഞാനോ നിങ്ങളോ ആരെന്നെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ, യേശുക്രിസ്തുവിന്റെ അങ്ങനെ മിക്കവരും. പക്ഷെ ഞാനാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പരിചയപ്പെടുന്നത്, ദൈവത്തിന്റെ അനിയനാകുന്ന യൂദ. കാരണം യേശുക്രിസ്തു ആരാ? ദൈവമാ. അപ്പൊ അനിയന എന്തുവാ? ദൈവത്തിന്റെ അനിയൻ. അതന്നെ അങ്ങനെ പരിചയപ്പെടുന്നത്. അത് പറയാ ദൈവത്തിന്റെ അനിയനാന്നും പറഞ്ഞ് എവിടെ ചെന്നാലും ഒരു കസേര ഇല്ലേ? അതില്ലേ ഓവർസീറുടെ കൂടെ പിടിക്കാൻ നടക്കുന്നവരുണ്ട്. കാരണം ഒരു കസേര പുള്ളിക്കും ഉണ്ട്. സൂപ്രണ്ട്, AG-യുടെ സൂപ്രണ്ട് പോകുമ്പോൾ പിടിക്കെ നിൽക്കും, അവനും ഒരു കസേരയുണ്ട്. IPC-യുടെ പ്രസിഡന്റ് പോകുന്ന കൂടെ നടന്നാൽ എന്നാ നിങ്ങളെല്ലാം ഒന്നും അറിയാം പൊട്ടനെ പോലെ ഇരിക്കുന്നത് ഉള്ള കാര്യമാണ്. ഷാരോന്റെ പ്രസിഡന്റിന്റെ കൂടെ പിടിക്കുക നിന്നാൽ മതി, 2 കസേരയിൽ ഒന്ന്. എന്നെ എല്ലാവർക്കും വരും.
ഇതാ ഉള്ള കാര്യം പറയുന്ന ഒരുത്തിനും ഇഷ്ടമല്ല. എവിടെ ചെന്നാലും ഒരു മാന്യതയാണ്, ഒരു സ്വീകരണമുണ്ട്, ഒന്ന് ബഹുമാനിക്കും, ഒരു കസേര ഉറപ്പാണ്. പക്ഷെ യൂദയുടെ മനോഭാവം, ആ കെയർ ഓഫിൽ എനിക്കൊന്നും വേണ്ട. ഏതാ അനിയനാന്നുള്ളതിന്റെ കെയർ ഓഫിൽ എനിക്കൊന്നും വേണ്ട. പിന്നെ എനിക്ക് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അവിടുത്തെ ദാസപദവി മതി, ദൈവത്തിന്റെ ദാസൻ. ഇപ്പൊ നമ്മളൊക്കെ ചില ആൾക്കാരുടെ പേരൊക്കെ വെച്ച് ഡോക്ടർ, റവറൻ, പാസ്റ്റർ. എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം. എടാ, ഒന്നേ വെടി വെച്ച് കൊല്ലണം, ഇല്ല തല്ലി കൊല്ലണം. ഒന്നേ വെടി വെച്ച് കൊല്ലണമില്ലേ? മൂന്നുകൂടെ അങ്ങ് വെക്കുക എന്ന് പറഞ്ഞാൽ അത്ര കുറഞ്ഞ ആളൊന്നും. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ ദാസൻ എന്നുള്ള പദവിയിലും വലിയൊരു പദവിയില്ല. ഈ അണ്ടകടാകത്തെ നിർമ്മിച്ച സർവജ്ഞനായ ദൈവം, ഈ സകല ചരാചരങ്ങളെ നിർമ്മിച്ച ദൈവം, ആ ദൈവത്തിന്റെ ദാസൻ, അതാ ഏറ്റവും വലിയ പദവി. യൂദയ്ക്കത് മതി, യൂദയുടെ മനോഭാവം. ഒരു കാര്യം ഇവിടെ പറഞ്ഞ ഭാഗം വിടാം. ഇത് പറഞ്ഞപ്പോൾ തന്നെ ചിലരുടെ മുഖം വല്ലാതാകുന്നു. ചിലർ ബൈബിളിന്റെ സിപ്പിടുന്നതും കണ്ടു. പോകാനാ, അത് ഞാൻ കണ്ടു. നിർത്താൻ പോവുക. അപ്പോൾ യൂദയുടെ വേറൊരു മനോഭാവം. 3-ാം വാക്യം ഒന്ന് വായിച്ചേ മാമേ. 3-ാം വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഇങ്ങോട്ട് നോക്കിക്കേ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്, പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ മനോഭാവം. യൂദ പറയുക, ഞാൻ യേശു ക്രിസ്തുവിന്റെ സഹോദരനാ എന്ന് പറഞ്ഞാൽ ഒരമ്മയാ ഞങ്ങളെ പ്രസവിച്ചത്. മൂത്ത സഹോദരനായ യേശു ക്രിസ്തു, പിന്നെ യാക്കോബ്, യോസെ, യൂദ, ശിമോൻ സഹോദരിമാരുമുണ്ട്. ഞങ്ങളെല്ലാം ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങിയതാ. ജനനം 2 വിധത്തിലാണ്, പക്ഷെ ഒരമ്മ പ്രസവിച്ചതാ. അപ്പം ഞങ്ങൾ അർത്ഥ സഹോദരനാ. വകതിരിവ് വേണ്ട, വേറുകൃത്യം വേണ്ട, ഞങ്ങൾ യേശുവിൻ്റെ സഹോദരനാ. അപ്പം യൂദയുടെ മനോഭാവം 3-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുകൂടെ വായിച്ചോ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്. നിർത്തിക്ക് മനോഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ. യൂദ പറയുക, പ്രിയരെ, ഈ രക്ഷ, പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുടുംബക്കാർക്ക് ഒരു പ്രത്യേക രക്ഷയും, കുടുംബത്തിൽ പെടാത്ത അല്ലെ കുടുംബത്തിൽ പെടാത്ത നിങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയില്ല. കുടുംബത്തിൽ പിറന്ന ഞങ്ങൾക്കും, അല്ല യേശുവിന്റെ കുടുംബത്തിൽ, ഇശായിയുടെ കുട്ടിയില്ലേ, ആ കുടുംബത്തിൽ പിറന്ന ഞങ്ങൾക്കും ഈ കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ സകലർക്കും ഒരേ ഒരു രക്ഷ, അത് യേശു ക്രിസ്തുവാ. ഇന്ന് നമ്മുടെ സഭകളിലെല്ലാം മിക്കയിടത്തും കുടുംബവാഴ്ചയാണ്. ചേട്ടൻ സെക്രട്ടറി, അനിയൻ ട്രഷറർ, അമ്മാച്ചൻ രക്ഷാധികാരി, ചേട്ടൻ്റെ ഭാര്യ സോദരി സമാജത്തിൻ്റെ പ്രസിഡന്റ്, അനിയത്തി അതിൻ്റെ ട്രഷറർ, എല്ലാം ഇവർ കുടുംബക്കാരാ. പിന്നെ വേറെ കുറേ എണ്ണം വന്ന് കൈ അടിച്ച് ഏലായിട്ട് കൊടുക്കും. അവരെല്ലാം ഇങ്ങനെ എന്നെ എല്ലാവരും പമ്മിയിരിക്കുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉമാർ പറയും, ഞങ്ങളുടെ ആൾക്കാരാ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് കയറി കളിക്കരുതെന്നാ പറഞ്ഞ. ഏനാണോ എല്ലാവർക്കും പോകാനും ഒക്കെ ഒരുങ്ങുന്നു. നിർത്തുക, എന്തിനാ ഒത്തിരി ഇരുത്തി വിഷമിപ്പിക്കുന്നത്? സഭ കുടുംബവാഴ്ചയുള്ളടമല്ല. സഭ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അതെ, ആണല്ലോ, അങ്ങനെ തന്നെ. ഇതിനകത്ത് കുടുംബക്കാർക്കൊരു പ്രത്യേകതയും ഈ കുടുംബത്തിൽ പെടാത്തവർക്ക് വേറൊരു പ്രത്യേകത. അതാ മിക്ക സഭകളിലും പ്രശ്നം. അതിലെ മിക്ക സഭയൊന്നും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അതിനാ, അവരുടെ വീട്ടുകാരാ, നമ്മളൊന്നും മിണ്ടാനൊക്കത്തില്ല. എന്തേലും വേണ്ടി ഇവനല്ല ഈറ്റപ്പൂലി പോലെ. ഇവന്മാരങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കാന്നേലും വെളിയിൽ നിന്ന് ഒരുത്തം വന്ന ഉടനെ ഇവന്മാരല്ല. ഇന്നാളൊരു സഹോദരി പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞു, മറ്റവൾ നൈറ്റി എടുത്ത് കുത്തിഞ്ഞു വന്നില്ല. അവളും സഭയുടെ അവരുടെ വീട്ടുകാരാ, കൂടുതലും വീട്ടുകാരാണ്. ദൈവസഭ കുടുംബവാഴ്ചയുടെ സ്ഥലമല്ല. യൂദയുടെ മനോഭാവം നിങ്ങൾ കണ്ടോ? പ്രിയരെ, അവൻ കുടുംബത്തിൽ പിറന്ന് ഞങ്ങൾക്കൊരു രക്ഷയും കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്കൊരു രക്ഷയല്ല, നമുക്കെല്ലാവർക്കും കൂടെ ഒറ്റ രക്ഷ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഈ ഒരു ചിന്ത എല്ലാവരെയും ഭരിക്കണം.
ഞാൻ വേഗത്ത് നിർത്താം ഒന്നും എത്തിയില്ലെന്ന് എനിക്കറിയാം, എന്നാലും അങ്ങ് നിർത്തുക. ഇല്ലെങ്കിൽ സോജൻ പാസ്റ്റർ ഇരിക്കാൻ പറഞ്ഞാൽ എന്തോ ചെയ്യും, അദ്ദേഹം പറയത്തില്ല, എന്നാലും പറയിപ്പിക്കണ്ടല്ലോ. കർത്താവിന് മഹത്വം. ഈ ലേഖനം വളരെ ആഴമേറിയ ലേഖനമാണ്. ഒന്ന്, ഈ ഇതിലൊരു ഫലമാണ് സൂക്ഷിക്കുക. രണ്ട്, ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തി. മാത്രമല്ല, ഈ ലേഖനത്തിലെ വേറൊരു വിശേഷത, മൂന്നുകളുടെ ഒരു പ്രയോഗമുണ്ട്. യൂദയുടെ ലേഖനം മൂന്നുകൾ. ഒന്നാം വാക്യം വായിച്ചേ പെട്ടെന്ന്, മൈക്ക് കൂടെ വായിക്കും. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. മതി, മൂന്ന് പേര് കണ്ടോ? യേശുക്രിസ്തു, യാക്കോബ്, യൂദ. മൂന്നുകളുടെ ഒരു പ്രയോഗമുണ്ട്. ഇനി മൂന്നാം വാക്യം വായിച്ച്, അടുത്ത വാക്യം വായിച്ചു. യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. മിന്ത് പറക്കുന്നതിൻ്റെ തോന്നുന്നു. അല്ല, വായി കയറിയോ മിന്ത്? എൻ്റെ വായിലൊരെണ്ണം കയറി. നമ്മൾ രണ്ടും സമയ ശിക്ഷാവിധില്ല, എന്നിട്ടും പഠിക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിച്ചേ. എന്നാൽ ഇന്നാളത്തെ കൺവെൻഷൻ്റെ അത്രയും മിന്തില്ല. ഇവിടെ നമ്മൾ ഇന്നാളൊരു കൺവെൻഷൻ നടത്തിയപ്പോൾ അതെവിടെ ആയിരുന്നു? അതിന്ന് എന്നെ ഒരാൾ വിളിച്ചു, അന്ന് മിന്തടിച്ച ആൾ ഞാനാ, ഇപ്പം റാസക്കൈമേലുണ്ടെന്ന്. ആട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, മൂന്നുകളുടെ പ്രയോഗം ഈ പുസ്തകത്തിലുണ്ട്. സൂക്ഷിക്കപ്പെട്ട്, പിന്നെ ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ട് എഴുതുന്നത്. അപ്പൊ ഈ മൂന്നുകളുടെ പ്രയോഗം ഈ പുസ്തകത്തിലാണ്. അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്. അങ്ങനെ ഒരു മൂന്നുകളുടെ പ്രയോഗമാണ് നമ്മുടെ കുറുവാക്യം. ഇടയ്ക്കത്തെ ഭാഗമെല്ലാം വിടുക. 11-ാം വാക്യം. അവർക്ക് അയ്യോ കഷ്ടം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും, ഒന്ന് കയ്യിന്റെ വഴിയിൽ നടക്കുകയും, രണ്ട് കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചന, മൂന്ന് തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകും. ഇങ്ങനെ പോയാൽ നശിച്ചു പോകും. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ ചില കാര്യം പൊതുലോകത്തോടാ എന്ന് പറഞ്ഞാൽ സുവിശേഷം അതിന്റെ വിശേഷതയാ. ഇനി അകത്തുള്ളവരോട് ഞാൻ പറയുക, എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് സകലോട് പറയുക, ഈ മൂന്ന് വിഷയം ശ്രദ്ധിച്ചോണം. ഒന്ന്, അവൻ കയ്യിന്റെ വഴി. രണ്ട്, ബിലിയാമിന്റെ വഞ്ചന. മൂന്ന്, കോരകന്റെ മത്സരം. ഇങ്ങനെ പോയാൽ സകല എണ്ണവും നശിച്ചു പോകും. എന്താ കയ്യിന്റെ വഴി? വിസ്തരിക്കാൻ നേരമില്ല, ഒറ്റ വാക്കി പറഞ്ഞ് നിർത്താം. കയ്യിന്റെ വഴി ഇപ്പൊ സഭയ്ക്കകത്തെല്ലാം കയ്യിന്റെ വഴിയാ. എന്തുവാ പറയാം? യാഗം കഴിക്കാൻ ചേട്ടനും അനിയനും കൂടെ പോയി. സഹോദരൻ കടിഞ്ഞൂലിൽ നിന്ന് ഒന്നിനെ കൊണ്ട് യാഗം കഴിച്ചു. കയ്യിനെ നിലത്തിലെ അനുഭവത്തിൽ നിന്ന് യാഗമാ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായമൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു മൃഗം അറക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ തോലുടിപ്പിച്ചത്. അപ്പോൾ ആദിപിതാവാകുന്ന ആദാം ഈ കാര്യമൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. യാഗത്തിന് ലിഖിതമായിട്ടല്ലെങ്കിൽ ഒരു പ്രമാണവും വ്യവസ്ഥയുണ്ട്. അപ്പൊ ഹാബേല് അതുകൊണ്ട് ആ കടിഞ്ഞൂലിൽ നിന്ന് ഒന്നിനെ കൊണ്ടുവന്നു, കൈ നിലത്തെ അനുഭവത്തിൽ നിന്ന്. അപ്പൊ ന്യായമായിട്ടൊരു ചിന്ത പറയുക, ഹാബേല് പറഞ്ഞു കാണും, കൊച്ചേട്ടാ ഇതിങ്ങനല്ല യാഗം, ഒരു ആട്ടിൻകുട്ടിയെ വേണം, അങ്ങനെ ആ യാഗം. അപ്പം കൈയും പറയാം, എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉള്ളു, ഇഷ്ടമുണ്ടേ മേടിച്ചാൽ മതി, എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉള്ളെന്ന്. എനിക്ക് കൃഷിയാ. ഇപ്പം നമ്മുടെ കേരളത്തിലെ രീതി വെച്ച് ഞാനങ്ങ് പറയാം, ഞാനിപ്പോൾ എനിക്ക് ഉള്ളതെന്ന് കൊണ്ടുവന്നു. കാച്ചില്, ചേന, ചേമ്പ്, കണ്ണൻ ചേമ്പ്, വെട്ടി ചേമ്പ്, പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അവിടെ മറ്റവൻ പറഞ്ഞു, ഹാവേല് പറഞ്ഞു, കൊച്ചേട്ടാ അങ്ങനല്ല കൊച്ചേട്ടാ, ആടിനെ കണ്ടിക്കണം കൊച്ചേട്ടാ. അപ്പച്ചൻ പറഞ്ഞു വന്നിട്ടുണ്ട് കൊച്ചേട്ടാ. തന്നെയല്ല അപ്പച്ചനും അമ്മച്ചിയും പാപം ചെയ്ത് ഇറങ്ങിപ്പോന്നപ്പം തോലുടിപ്പിച്ചല്ലേ, അതൊരു കുഞ്ഞാട് അറക്കപ്പെട്ടിട്ടുണ്ടെന്ന് വെളിപ്പാട് 13-ലുണ്ടല്ലോ. അപ്പോൾ ഒരു കുഞ്ഞാടിനെ അറുത്ത്, അതുകൊണ്ട് ആട്ടിൻകുട്ടിയെ കണ്ടിക്കണം. ഉടനെ കൈയും പറയുക, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളു, ഇഷ്ടമുണ്ടേ മേടിച്ചാൽ മതി. നീ അങ്ങ് കണ്ടിച്ചു. ഇതാണ് കൈയിൻ്റെ വഴി. എന്താ മനസ്സിലായോ? പറയാം. സഭയ്ക്കകത്തല്ല കൈയിൻ്റെ വഴിക്കാരിപ്പോൾ ഒത്തിരി പേര് കയറി. നമ്മൾ പറയത്തില്ല കൈ അടിച്ച് ദൈവത്തെ മഹത്വമാണ്. സാധ്യമല്ല, ഇങ്ങനെ ഇരിക്കുള്ളൂ. ഒക്കുന്നെങ്കിൽ ഇവിടെ ഇരുത്തിയാൽ മതി, ഇല്ല ഒന്ന് ഇറക്കി വിട്ടേ. കൈയിൻ്റെ വഴിയാ. എല്ലാവരും ചേർന്ന് പാട്ട് സൗകര്യപ്പെടുകയല്ല. ഇഷ്ടമുണ്ടായി ഇവിടെ ഇരുത്തിയാൽ മതി, ഞാനിങ്ങനെ, ഇതാ കൈയിൻ്റെ വഴി. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെല്ലാം തിരുമേശ എടുക്കണം. തിരുമേശ ആട്ടി ചെല്ലുമ്പം എടുക്കുന്നില്ലേ, സൗകര്യമില്ല, അതിനെ ഇരുത്തുകയല്ലേ, ഇല്ല അങ്ങനെയില്ല. ഇതാ കൈയിൻ്റെ വഴി.
സഭായുഗത്തിന് യോഗ്യമായ വസ്ത്രം ധരിച്ചു വരണം. ശരീരം പ്രദർശിപ്പിക്കുന്ന വസ്ത്രം പാടില്ല. ഉടനെ പറയാം ഞങ്ങൾ ഈ വസ്ത്രം ഇട്ടോണ്ടേ വരുവുള്ളൂ. അതിനാ ഇരുത്തുകയല്ലേ? ഇരുത്തുന്നില്ലേ? പറ, അടുത്ത നടപടിക്ക് ഒരുങ്ങുക. ഏനെ നിങ്ങൾ ദൈവദാസന്മാർ ഒന്നും അറിയാൻ മേലാത്ത പോലെ ഇല്ലേ, പൊട്ടനാട്ടം കണ്ട പോലെ ഇരിക്കുന്നു. ഉള്ള കാര്യമായി പറയാൻ ഇല്ലേ? പറ, സത്യം പറ. നിനക്ക് ഇച്ചിരി കാശും പുത്തനും ഇച്ചിരി റൗഡിസവും ഗുണ്ടായിസവും ഒക്കെ വന്നു, പക്ഷേ അതൊക്കെ വർദ്ധിച്ചു കാണും. പക്ഷേ പ്രമാണത്തിനൊരു മാറ്റവുമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, കൈയിന്റെ വഴിയല, പിടിവാശി, തന്നിഷ്ടം, സ്വാർത്ഥത, ഇങ്ങനൊക്കെ എന്നെ കൊണ്ടൊക്കൂ, ഇഷ്ടമുണ്ടേ മതി, ഇഷ്ടമുണ്ടേ സ്വീകരിച്ചാ മതി. അതല്ല, ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിച്ചാൽ ഞാനും നീയും നശിച്ചു പോകത്തില്ല. പ്രമാണം തെറ്റി ആരാധിച്ചാലും വന്നാലും പിന്നെ നശിക്കും. പിന്നെ പറയരുത് ഞാൻ ഇത്ര വർഷം ബന്ധുക്കോസിലായിരുന്നു, എൻ്റെ അപ്പച്ചൻ തുടങ്ങിയതാ, എൻ്റെ വല്യപ്പച്ചനാ സ്റ്റാർട്ടിങ്. അതൊക്കെ ആയിക്കോട്ടെ, 500-ന്റെ മോട്ടറൊന്നും അല്ലല്ലോ സ്റ്റാർട്ട് ചെയ്യാൻ. ഇന്ന് രാത്രി അതൊക്കെ നല്ല കാര്യം, നിന്നെ അഭിനന്ദിക്കുന്നു. പക്ഷെ ഞാനാന്നേലും നീയാന്നേലും ആരാന്നേലും ദൈവം വെച്ച വ്യവസ്ഥ പോലെ, പ്രമാണം പോലെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ഞാനും നീയും നശിച്ചു പോകും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരും നശിച്ചു പോകരുത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ രാജ്യത്തിൽ കാണണം. വിവരിക്കുന്നില്ല, നിർത്തുക. അപ്പൊ കൈയിന്റെ വഴി. 2, ബിലയാമിന്റെ ദ്രവ്യാഗ്രഹം. എങ്ങനെയും 10 പണം ഉണ്ടാക്കണം. ആരെ എഴുതി കൊന്നാന്നേലും, പാര വെച്ചാന്നേലും, ടോർപ്പിട വെച്ചാന്നേലും, ചതിച്ചാന്നേലും, വക്രിച്ചാന്നേലും, അയ്യോ അങ്ങനെയൊക്കെ കാശുണ്ടാക്കിയ ഗുണമാകുകയല്ല. ഇയാളെ കാശുമൊക്കെ സമ്മാനം മേടിച്ചെന്നാ വാരാക്കിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം മേടിച്ചു. സമ്മാനം മേടിച്ചു വെച്ച് പുള്ളി പറയാ, 10 മരിക്കും പോലെ വായിച്ചോ മാമേ, ഓമനമായ വായിക്കും, പെട്ടെന്ന് വായിരും, നമുക്ക് വീട്ടിൽ പോകേണ്ടതാണ് എല്ലാവർക്കും. 23-ന്റെ 9-ഉം 10-ഉം വായിരും. സംഖ്യാപുസ്തകം 23-ന്റെ 9-ഉം 10-ഉം. പെട്ടെന്ന് ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഞാൻ ജ്ഞാനികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. അടുത്ത വാക്യം, യാക്കോബിന്റെ ധൂളി ആർക്കെണ്ണാം? യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണാം? ഇസ്രായേലിന്റെ കലാംശത്തെ ആർക്ക് ഗണിക്കാം? ഇസ്രായേലിന്റെ കലാംശത്തെ ആർക്ക് ഗണിക്കാം? അടുത്തത്, ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ. ഭക്തന്മാര് മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. അങ്ങനാണോ മരിച്ചത്? ദൈവത്തിന് മഹത്വം. വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല. സംഖ്യാപുസ്തകം 36-ാം അധ്യായവും 31-ാം അധ്യായവും ആവർത്തന പുസ്തകമൊക്കെ നിങ്ങൾ ചേർത്ത് പഠിച്ച് അവൻ കൊന്നവരുടെ കൂട്ടത്തിൽ പ്രശ്നക്കാരനാകുന്ന ബിലിയാമിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. തന്റെ ആഗ്രഹം ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കാനാ. പക്ഷെ അങ്ങനെ മരിച്ചില്ല. അതെന്നാ, ഭക്തൻ ചെയ്തത് പോലല്ലല്ലോ ചെയ്തത്. ദോഷം ഒപ്പിച്ചേച്ച് ദ്രവ്യാഗ്രഹം അകത്ത് കയറി. അതുകൊണ്ടാ കൂലി കൊതിച്ച ബിലയാം എന്ന പുസ്തകത്തിൽ വാക്യം. പൊതുവിൽ പറഞ്ഞു, എനിക്ക് ബാരാക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ ദൈവത്തിന്റെ പ്രമാണം വിട്ട് ഏറെയോ കുറയോ ഒന്നും പിന്നെ. പക്ഷെ ഇവന്റെ അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹം കുമിഞ്ഞുകൂടിയിരിക്കുക. അത് സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ട് കിട്ടി. അതിന്റെ വെളിച്ചത്തിൽ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധി പ്രയോഗിച്ചത് കൊണ്ട് ഇവന് ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കാനൊത്തില്ല. ഇവൻ നശിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാം. സഹോദരങ്ങളെ ചതിച്ചും വഞ്ചിച്ചും 1 രൂപ പോലും കൈ കാണരുത്. ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയനോ ഒക്കെ വസ്തുവൊക്കെ കൊടുക്കാനുണ്ടെ കൃത്യം കൊടുത്തേക്കണം. കള്ളയാധാരം ഉണ്ടാക്കരുത്. ചിലപ്പോൾ മെണ്ടർ കുഞ്ഞുഞ്ഞ് നിന്റെ ആളായിരിക്കും. അപ്പം ജാഗാറായി കിടന്നപ്പോൾ ഒരു പ്രത്യേക സ്നേഹം നടിച്ചു ഒപ്പിട്ട് നീ മേടിച്ചതാ. പക്ഷെ സൂക്ഷ്മം ദൈവം നിന്നെ പിടികൂടും. ചേട്ടനോ ചിലപ്പോൾ ചേട്ടൻ അമേരിക്കയിലായിരിക്കും, പേർഷ്യയിലായിരിക്കും, അല്ലെ നാട്ടിലായിരിക്കും, പേര് ജോലി നോർത്ത് ഇന്ത്യയിലായിരിക്കും. ആ പുള്ളിക്ക് ഇത് വേണ്ട, അത് നീ അല്ലല്ലോ തീരുമാനിക്കുന്നേ. അല്ലെ അവൻ സ്വന്തമായിട്ട് തരണം.
അല്ലാതെ ചേട്ടനെയോ അനിയനെയോ ചേഴുത്തിയോ അനിയത്തിയോ അപ്പനെയോ അമ്മയോ ഒക്കെ ചാകാൻ നേരത്ത് കള്ളത്തരം കാണിച്ച് നീ 1 രൂപയോ 1 സെന്റ് ഭൂമിയോ നീ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ ഭാഷ 1 നടക്ക് പോകത്തില്ല. സൂക്ഷം നിന്നെ പിടികൂടും, നിന്റെ സന്തതിക്കും ഗുണം വരികയില്ല. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ വക്രിച്ചോ ചതിച്ചോ എടുത്തിട്ടുണ്ടെങ്കിൽ സക്കായിയെ പോലെ ഇന്ന് രാത്രി അനുതാപഹൃദയത്തോടെ പറയണം, 4 മടക്ക് തിരിച്ചു കൊടുക്കുക. ഉണർവെല്ലാം പോകുമെന്ന് എനിക്കറിയാം. ഇത് ഉപ്പാപ്പക്കളിയല്ല, കൈവെടിപ്പായിരിക്കണം. നീതിക്ക് നിരക്കാത്തതൊന്നും കൈ കാണരുത്. കൈ മലർത്തുമ്പോൾ ഇത് വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും അവർക്ക് ദൈവം നല്ലവനാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞതെല്ലാം വാക്യങ്ങൾ ഒത്തിരി എടുത്ത് വായിപ്പിക്കേണ്ടതാ. എങ്കിലും നിങ്ങൾ പരിജ്ഞാനമുള്ളവരാണല്ലോ. അടുത്തത് കോരകന്റെ മത്സരം, കസേര. ചാകുന്നതിന് മുന്നേ എനിക്ക് ആ കസേരയിലൊന്ന് ഇരിക്കണം. സൂപ്രണ്ടിൻ്റെ, ഓവർസിയറിൻ്റെ, പ്രസിഡന്റിൻ്റെ കസേര ചാകുന്നതിന് മുന്നേ എനിക്കൊന്ന് ഇരിക്കണം. അതിന് ഞാൻ ഏത് സൂത്രവും കാണിക്കും. ചെല്ലി പറഞ്ഞ് എനിക്ക് അതിൽ ഇരുന്നേച്ചൊന്ന് എത്താൻ മതി. ഞാൻ ദീർഘവർഷമായിട്ട് ഈ വേലയിൽ ഇന്ന് വരെ എനിക്കതിൽ ഇരുന്നതിന് ശേഷം ഒന്ന് ചത്താൽ മതി. മിടുക്കന്മാരെങ്ങനെയാണെന്നറിയോ? എനിക്കതിൽ ഇരുന്നുകൊണ്ട് ചാകണം. ഈ 3 ടൈപ്പ് ആൾക്കാരുമുണ്ട്. ഇന്ന് രാത്രി സകലരോടും ഒരു മുന്നറിയിപ്പ്, വാണിംഗ് തരിക. ഇവിടെ കസേരയല്ല വിഷയം, സ്ഥാനമാനമല്ല വിഷയം, സൂത്രത്തിൽ സമ്പത്തുണ്ടാക്കുന്നതല്ല വിഷയം, എങ്ങനെയും ദൈവത്തെ ആരാധിക്കുന്നതല്ല വിഷയം. ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരം വിശുദ്ധിയോടെ നിന്നാൽ നശിച്ചു പോകാതെ എനിക്കും നിങ്ങൾക്കും ആ നല്ല അവകാശം പ്രാപിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. ഇന്ന് രാത്രി ഒരു സമർപ്പണത്തോടെ വേണം പ്രഥമ രാത്രി തിരിച്ചു പോകാൻ. അവൻ കയ്യിൻ്റെ വഴിയിൽ ആരും നടക്കരുത്. ബിലിയാമിന്റെ വഞ്ചനയിൽ ആരും ഏൽപ്പിച്ചു കൊടുക്കരുത്. കോരകന്റെ മത്സരത്തിൽ ആരും പട്ടുപോകരുത്. ഇന്ന് രാത്രി ഒരു കുഞ്ഞുങ്ങളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം അവിടുത്തെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അവന്റെ അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അതിനായിട്ട് ഇന്ന് രാത്രി ഏവരെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചും എനിക്ക് സമയം അനുവദിച്ച് ചുമതലപ്പെട്ടവർക്കും ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും കർത്താവിന്റെ മഹത്വം ഈ പ്രഥമ രാത്രിയിൽ സുവിശേഷത്തെ പറ്റിയും ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുമൊക്കെ അല്പസമയം ചിന്തിക്കുവാൻ ദൈവം കൃപ നൽകി. അല്പസമയം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരും മൗനമായിരിക്കാതെ എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സത്യവചനം കേട്ട് നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക്. നിന്നൊരു ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിടുമേ. വരുമീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്റെ യേശു വിളിച്ചിടുന്നു. വരുമീ ഈ നല്ല ചേർന്ന് പാടാം.
വചനം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുവാൻ എല്ലാവരോടും ഒന്ന് അപേക്ഷിക്കുന്നു. ആ കരങ്ങൾ ഉയർത്തി വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. പ്രഥമ യോഗമാണല്ലോ. ആ കരങ്ങൾ വീശി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഓ, ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ. ഒരിക്കൽ കൂടി കരം വീശി. ഓ, ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ.